ഹായ്, നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ്, 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് മൈദാപ്പൊടി എടുക്കണം. ഇപ്പോൾ 2 ഏത്തപ്പഴത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂണ് കടലമാവിടെ ഞാൻ ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് ഞാൻ, ഇനി 1/4 ടീസ്പൂണ് എള്ള്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. മധുരം ചേർക്കുന്നില്ല, കാരണം ഏത്തപ്പഴത്തിനകത്തൊരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത്. പിന്നെ മാത്രമല്ല, ഇച്ചിരി എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും കൂടി ഏത്തപ്പഴം കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ചിലർക്ക് മധുരമുള്ള ഏത്തപ്പഴം വറുത്തെടുക്കുന്നത് കഴിക്കാറില്ല. അപ്പം ഇങ്ങനെ എരിവൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏത്തപ്പഴം പൊരി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ നമുക്ക് ഞാൻ കട്ട കെട്ടാതെ, ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ട കെട്ടും. അപ്പോൾ കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി നമുക്ക് ഏത്തപ്പഴം അത് നീളത്തിലും കീറിയിടാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഏത്തപ്പഴം 2ആയിട്ട് മുറിച്ചിട്ട് ഇച്ചിരി കനം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3ആയിട്ട് ഞാൻ കീറി ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 2ആയിട്ട് മുറിച്ചു. അപ്പം 3ആയിട്ട് നമുക്ക് ഞാൻ കീറി ഇടുവാണ്. ഇച്ചിരിയുടെ വലിപ്പമുള്ള ഏത്തപ്പഴമാണെങ്കിൽ ഒരു 4ആയിട്ടൊക്കെ കീറാം. ഇതൊരു മീഡിയം പരുവത്തിലുള്ള ഏത്തപ്പഴമാണ്. മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ വീഡിയോസും കാണണം. നിങ്ങൾ അത് ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്പൂൺ ഉപയോഗിക്കേണ്ട, കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്ത് മാവെല്ലാം പിടിക്കത്തക്ക രീതിയിൽ. നമുക്കിനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം. അപ്പം എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് എല്ലാ വശവും അങ്ങ് മുരിഞ്ഞോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം അത്ര കരിഞ്ഞു പോകാതെ കിട്ടും. സാധാരണ ഏത്തപ്പഴം പൊരി ഇഷ്ടപ്പെടാത്തവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഏത്തപ്പഴം പൊരിയാണിത്. നമ്മൾ ഏത്തക്കാപ്പം എന്നൊക്കെ പറയും. ഇപ്പം എരിവ് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവും അങ്ങനെ വരത്തില്ല. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാം. ഇച്ചിരി കുറച്ചിട്ടാൽ ഇച്ചിരി നല്ല എരിവ് ചേർത്താൽ വലിയവർക്ക് കഴിക്കാം, എരിവ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് റെഡിയായി. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ചെയ്തു നോക്കണം, എന്നിട്ട് അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തണം. താങ്ക് യു സോ മച്ച്.